ഹലോ ഗൈസ്, നമസ്കാരം. സന്തോഷ് വ്ളോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്നാണെന്നറിയോ? നമ്മൾ പലരും ജോലിയില്ല എന്ന കാരണത്താൽ നമ്മൾ മലയാളികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. ജോലിയില്ല. പൊതുവെ കേരളത്തിൽ ജോലി കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിക്ക് ജോലി കുറവുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്ത് പൂർണ്ണമായിട്ട് ഹിന്ദിക്കാർ, ഒരു പാലം പണി നടക്കുന്നിടത്ത് പൂർണ്ണമായിട്ട് ഹിന്ദിക്കാർ, ഒരു ലോറി AC ഇല്ലാത്തൊരു വണ്ടി ഉള്ളിടത്ത് ഫുള്ള് ഹിന്ദിക്കാർ. ആ സമയത്ത് ഒരു ടൗണിൽ നിന്നും ഒരു ഓട്ടോറിക്ഷ 30 രൂപയുടെ ഓട്ടത്തിനായി ഒരു ഓട്ടോറിക്ഷ തള്ളി വെക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ എണ്ണം കൂടിയും വരുന്നു. അപ്പോൾ എന്താണ് നമ്മൾ അതിനകത്ത് നിന്ന് അർത്ഥമാക്കുന്നത് വെച്ചാൽ, നമുക്ക് ജോലി ചെയ്യാൻ ഉള്ളൊരു മനസ്സ് കുറഞ്ഞു വരുന്നു. എല്ലാവരും ആരോഗ്യ പ്രശ്നമുള്ളവരൊന്നും അല്ല. ആരോഗ്യ പ്രശ്നമുള്ളവർ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നത് അവരുടെ ആത്മീയമായ മാനസികമായ സുഖത്തിന് അത് ആക്കം കൂട്ടും. അത് നല്ലതുമാണ്. പക്ഷെ ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ നാട്ടിലേക്ക് പൂർണ്ണമായിട്ടും ഈ ഹിന്ദിക്കാർ കടന്നു വരുന്നതിൻ്റെ ഒരു കാരണം, ഹിന്ദിക്കാർക്ക് ജീവിക്കേണ്ടെന്നല്ല, ഹിന്ദിക്കാരും ജീവിക്കണം. ആ കൂട്ടത്തിൽ നമ്മൾ ജോലി ഇല്ലാത്തവരായി ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ, അവർ വന്ന് ജോലി എടുക്കുമ്പോൾ നമ്മളത് കണ്ടിട്ട് അവർ ജീവിക്കുന്നതും, അവർ മണി ട്രാൻസ്ഫർ ചെയ്യുന്നതും, അവർ ബാങ്കിൻ്റെ അവിടെ പോയി ക്യൂ നിൽക്കുന്നതും, അവർ റൂമിൽ പാചകം ചെയ്ത് കഴിക്കുന്നതും എല്ലാം നമുക്ക് ഒരു ഉൾക്കണ്ണ് തുറപ്പിക്കും എന്നാണ് എൻ്റെ പക്ഷം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കും ഈ ജോലിയൊക്കെ ചെയ്യാം. നമുക്ക് ഈ ജോലിയൊക്കെ ചെയ്താൽ നമുക്ക് മാന്യമായ ശമ്പളം കിട്ടും. അപ്പം നമ്മൾ ആ ജോലി വേണ്ടാത്തവരായി മാറി നിൽക്കുന്നതുകൊണ്ടാണ് അവർ കടന്നു വരുന്നത്. അവർക്ക് ജോലി കൊടുക്കണം. അവർക്ക് ജോലി കൊടുക്കണ്ടെന്നല്ല, അവരുടെ നാട്ടിൽ ഭയങ്കര എന്താ പറയുക, ഒരു ജന്മിത്തം പോലെ അവരെ ഉപദ്രവിക്കുകയും അവർക്കൊരു ഫ്രീഡം ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ് അവർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അപ്പം അവരിപ്പോൾ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറേ കാലഘട്ടം മുമ്പേ അവർ ഈ പണികളെല്ലാം ചെയ്ത് അവർ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജോലി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമുക്ക് ജോലിയുമായി ആരും വരില്ല എന്നെൻ്റെ പക്ഷം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു വാക്കുകൾ കൊണ്ട് നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ അത് പ്രവൃത്തിയിൽ കാണിച്ചൊരു സന്ദേശമായി പറയുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വിമർശനം ഉണ്ടായേക്കാം, സ്വാഭാവികം. എൻ്റെ ചിന്താഗതിയിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എത്രത്തോളം ഉപകാരപ്രദമാകും എന്നെനിക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും നമുക്ക് അധ്വാനിക്കുന്നവരായി, ആരോഗ്യമുള്ളവരായി ഇനിയുള്ള കാലം നമുക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും നമ്മുടെ വീടുകളിൽ താമസിക്കാൻ കഴിയുമാറാകട്ടെ. എല്ലാവർക്കും നല്ല വരും ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഓക്കെ, ബൈ.